ഒരു ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഗർഭിണിയായാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്. ഈ ആന പേറിൽ എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങുറച്ച പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പറ്റിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പേറുന്ന്, ആട് പേറുന്ന് 2, 3, 4. നായ 3 മാസം പേറുന്നു. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഗർഭം ഒരു രോഗമല്ല. രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലിൽ. ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റൽ. സുബ്ഹാനല്ലാഹ്, ഇത്ര നല്ലൊരു ബിസിനസ് വേറില്ല. എന്തും പറയാം, പേടിക്കാൻ ആളുണ്ടല്ലോ. ഞങ്ങളതിനിട്ടില്ലതാ ജഫറൂലിയര് പെണ്ണുങ്ങൾ വെച്ച് 2 വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെച്ച് വീട്ടിൽ നിന്ന്. പുറത്ത് വിട് ഈ വിഷയമൊക്കെ, പുറത്ത് പോട്ടെ. ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട, പുറത്ത് പോട്ട്. ഇതൊക്കെ 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഏത് 1-ാം മാസം മുതൽക്ക് 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ. വേറില്ല, ഒരു ഡോക്ടറും അറിഞ്ഞിട്ടില്ല. ഒരു പരിശോധന, സ്കാനിങ് ഒന്നുമില്ല. ഈ സ്കാനിങ് മുമ്പ് ഇവിടെ വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടറെ സമ്മതം വേണം. ഇതിനത് സുബിനൂപിക്കാത്ത ചെയ്യാൻ പോവാ, അപകടം വരും ചങ്ങായേ. ഈ രശ്മികൾ കടത്തിവിട്ടിട്ട് ഈ ഭ്രോണം കേടുവരും. 1-ാമത്തെ സ്കാനിങ്ങിൽ കുട്ടിന്റെ കിഡ്നി കേടുന്നു. 2-ാം സ്കാനിങ് പറയാണ് കുട്ടിയുടെ കിഡ്നിക്ക് കേടുണ്ട്. 1-ാമത്തെ സ്കാനിങ് നടന്നപ്പോ കുട്ടിയുടെ ബ്രെയിൻ കേട് വന്നു. 2-ാമത്തെ സ്കാനിങ്ങിൽ പറയുന്നു കുട്ടിയുടെ ബ്രെയിന് കേടുണ്ട്. വെള്ളം നിറഞ്ഞ അതാണ്. എന്റെ ആദ്യത്തെ സ്കാനിങ് ആണ് മുസീബത്ത് മുഴുവൻ ഉണ്ടാക്കിയത്. ഇത് മനസ്സിലാക്കി വെച്ചോ. കുട്ടിയുടെ കുഞ്ഞു ഹൃദയം, ആ ഹൃദയം പ്രവർത്തിക്കുന്നില്ല. നിന്റെ സ്കാനിങ് കൊണ്ട് സംഭവിച്ചതാണത്. പ്രവർത്തിക്കാത്തത് സ്കാനിങ് കൊണ്ട് കണ്ടതല്ല, സ്കാനിങ് കൊണ്ട് പ്രവർത്തിക്കാതിരുന്നതാണ്. ഇതൊന്ന് ചിന്തിക്കുന്നത് നന്ന് മുസ്ലിമീങ്ങളെ. അള്ളാഹു എന്നൊരു സൃഷ്ടാവ് ഇതിന്റെ പിന്നിലുണ്ട്. ഒന്ന് ഓർക്കണത് നന്ന്. ഈ കാലം ഏതാ? നുഈബു സമാനനാ വൽഈബു ഫീനാ ഫമാലി സമാനിനാ ഐബുൻ സിവാനാ. ഈ കാലം ഏതാ? അന്നെ പോലത്തൊരുള്ള കാലം. ഇതാണ് ഈ കാലാണ്. മുമ്പത്തെ കാലം പോലെ എന്തത്തെ മുമ്പത്തെ കാലം ഇപ്പത്തെ കാലമായിട്ട് ഈ കാലം ഏതാണ്? അന്നപ്പോലത്തോലുള്ള കാലാണെന്ന്. അത് താങ്കളല്ല പറയേണ്ടത്, ഞങ്ങളാ പറയേണ്ടത്. അന്നപ്പോലത്തോലുള്ള കൊണ്ടാണ് ഇതുണ്ടായത്. കേട്ടോ കാണി, നമ്മൾ വെറും വാക്ക് പറയല്ല. കേട്ടോ കാണി. ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ച സ്ത്രീ ചികിത്സ കിട്ടാതെ മരിച്ച സംഭവം വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. പെരുമ്പാവൂർ സ്വദേശിനി അസ്മയാണ് മരിച്ചത്. മരിച്ച വിവരം ആരെയും അറിയിക്കാതെ ഭർത്താവ് സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിൽ എത്തിക്കുകയാണ് ഉണ്ടായത്. അസ്മയുടെ വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പിന്നാലെ അങ്ങനെ കൂടിക്കോളിങ്ങൾ. ഇനി വേറൊരു വീഡിയോ കേൾപ്പിച്ചു തരാം. അപ്പോൾ പകരുടെ 9 പെറ്റത്, അതായത് പകരുടെ ഭാര്യ 9 പെറ്റത് വീട്ടിലാണ് എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് വീട്ടിൽ പ്രസവം എടുക്കുവാൻ അത്രക്ക് വിദഗ്ധ പരിശീലനം നേടിയ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോട്ടെ. ഗർഭം ഒരു അസുഖമല്ല എന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗർഭിണി പ്രസവിച്ചതിന് ശേഷം വരുന്ന ചില കാര്യങ്ങൾ, അവിടെ വരുന്ന രക്തസ്രാവം, ഇൻറ്റേർണൽ ബ്ലീഡിങ്, അതുപോലെ തന്നെ ശ്വാസതടസ്സം, അതുപോലെ മറ്റു പല അവസ്ഥകളുണ്ട്. ഈ പ്രസവ സമയത്ത് തന്നെ കുട്ടിയുടെ പൊസിഷൻ കറക്റ്റ് അല്ലാതെ വരുന്ന ആ ഒരു സാഹചര്യത്തിലൊക്കെ അപകടം വരാനുള്ള സാധ്യത ഏറെയുള്ളപ്പോൾ ഈ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന സംസാരമാണ് പകരെ പോലെയുള്ള ഈ ആളുകൾക്ക് ഉത്ബോധനം നൽകുക. ഇയാളൊക്കെ എന്ത് ഉത്ബോധനം നൽകണമെന്നുള്ളത് ഞമ്മക്കറിയുന്ന കാര്യമാണ്. അറിയാത്ത കുറേ സാധുക്കളുണ്ടല്ലോ അവർക്ക്. ഇനി ഇയാൾ ഇങ്ങനെയാണ് പ്രസവിപ്പിച്ച്, ഇയാൾ തന്നെ പറയുന്നുണ്ട്. ഇനി ഇയാളെക്കുറിച്ച് വേറൊരു മുനീർ വാക്കവി കേട്ടോ നിങ്ങൾ. മുഹമ്മദ് ഹസനി നമ്മളുടെ പകര ഉസ്താദിന്റെ ഭാര്യ ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചിട്ടില്ല. എല്ലാ പ്രസവവും പകരന്റെ ഭാര്യ വീട്ടിൽ നിന്നാണ്. അപ്പൊ പകരന്റെ ഒരു സുഹൃത്തുണ്ട്, അയാൾ പറഞ്ഞു എന്റെ ഭാര്യയെയും ഞാൻ വീട്ടിൽ നിന്ന് പ്രസവിപ്പിക്കും. അപ്പയാണ് പകരന്റെ ഭാര്യയും ഈ പെണ്ണും ഒപ്പം ഗർഭിണിയാണ്. പകര ഉസ്താദിന്റെ ഭാര്യ പ്രസവിച്ചു, ഈ പെണ്ണ് പെറ്റിട്ടില്ല. അവനിക്ക് വല്ല ബേജാറ് തുടങ്ങി. അപ്പയാണ് എപ്പി ഉസ്താദ് അവിടെ ചാലിയത്ത് വരുന്നത്. പകര ഉസ്താദ് പറഞ്ഞു സങ്കടം. എന്റെ ഒരു സുഹൃത്ത് എന്റേത് കണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വീട്ടിൽ നിർത്തിയ ഒരു പെണ്ണുണ്ട്. അതാണ് പോയിന്റ്. എൻ്റെ ഭാര്യ വീട്ടിൽ പ്രസവിക്കുന്നത് കണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോകാതെ വീട്ടിൽ നിൽക്കുന്ന ഒരു പെണ്ണുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ പ്രിയമുള്ളവരെ, സിറാജുദ്ദീൻ ലത്തീഫ് ഈ വയലിൽ കേട്ടിട്ടല്ലേ അയാളുടെ ഭാര്യനെ ചികിത്സ കൊടുക്കാതെ കൊന്നുകളഞ്ഞത്. ഇത്
സ്വാഭാവിക മരണം എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അത് കൊലപാതകമാണ്. ഒരു പെണ്ണ് പ്രസവിക്കുക എന്നുള്ളത് കുറച്ച് അപകടം പിടിച്ചൊരു കാര്യം തന്നെയാണ്. പ്രസവിച്ചതിന് ശേഷം പണ്ടത്തെ കഥയൊന്നും പറഞ്ഞിട്ട് ആരും വരേണ്ടതില്ല. അതിന് ശേഷം വരുന്ന കാര്യങ്ങൾ അത് തരണം ചെയ്യുവാൻ അതിനുള്ള കഴിവില്ലെങ്കിൽ പ്രാപ്തിയില്ലെങ്കിൽ അതിന് നിൽക്കാൻ പാടില്ലായിരുന്നു. ഇത് കണ്ടുകൊണ്ടാണ് മറ്റൊരു പെണ്ണ് വന്ന് ആ കഥ ഒന്ന് പൂർത്തിയാട്ടെ, എന്നിട്ട് നമുക്ക് കുറച്ച് പറയാനുണ്ട്. അവൾക്ക് ഇതുവരെ പ്രസവവേദന വന്നിട്ടില്ല ഉസ്താദ്. AP ഉസ്താദ് പറഞ്ഞു അതിന് ബേജാറാവണ്ട, നല്ല 3 വെറ്റില എടുത്തിട്ട് നമ്മളെ വയസ്സന്മാര് മുറുക്കുന്ന വെറ്റിലയില്ലേ, ആ വെറ്റില എടുത്തിട്ട് മഷിയില്ലാത്തൊരു പേന കൊണ്ട് അതിൽ എഴുതണം ഒറ്റ അക്ഷരത്തിൽ ഇദസ്സമാഉൻ ശഖത്ത് വഅദിനത് ലിറബ്ബിഹാ വഹഖത്ത് വഇദൽ അർളു മുദ്ദത്ത് വഅൽഖത് മാ ഫീഹാ വഅൽഖത് മാ ഫീഹാ വഅൽഖത് മാ ഫീഹാ. ആ സെന്റൻസ് കൊണ്ട് വെറ്റില അങ്ങ് പൂർത്തിയാക്കണം. അങ്ങനെ ഒരു വെറ്റില ചവച്ചറക്കാൻ കൊടുക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത്തതും കൊടുക്കണം, മൂന്നാമത്തതും കൊടുത്തു. ഈ 4 മണിക്കൂറിന്റെ ഉള്ളില് പ്രസവിക്കുന്നതാ. ഇത് വിശ്വസിക്കുന്നവനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇത് വിശ്വസിക്കുന്നവനല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅ. വെറ്റില എഴുതിയിട്ട് എന്ത് ഒറ്റക്ഷരത്തിൽ എഴുതണമെന്ന് കുറേ വാക്കുകൾ, അത് പോട്ടെ, ആ വിവരക്കേടുന്നല്ല. ഇങ്ങനെ അള്ളാന്റെ ഹബീബോ പഠിപ്പിച്ചിട്ടുണ്ടോ? നല്ല അഹ്ലുസുന്നയുള്ളൂ. എന്ത് പൊട്ടപ്പോയത്താണ് മൗലിയരങ്ങൾ പറയണത്? ഇനി അതവിടെ നിൽക്കട്ടെ. അഹ്ലുസുന്ന ആവണ്ട എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ച. ഈ പ്രസവം കഴിഞ്ഞിട്ട് അതിൽ വരുന്ന ബ്ലീഡിങ്, രക്തസ്രാവം, അല്ലെങ്കിൽ രക്തസ്രാവം അധികമായാലും അല്ലെങ്കിലും വരുന്ന ശ്വാസതടസ്സം, അതുമല്ലെങ്കിൽ മറ്റു വരുന്ന ഏതെങ്കിലും ഒരു ശാരീരിക ബുദ്ധിമുട്ട്, അതിനേത് ഇല തിന്നേണ്ടത്? തേക്കിൻ്റെ ഇല തിന്നാൽ മതിയോ? അല്ലെങ്കിൽ വാഴൻ്റെ ഇല ആയാലോ? വാഴൻ്റെ ഇല കുറച്ച് വലിപ്പമുണ്ടാവുമല്ലോ, അത് തിന്നാൽ മതിയോ? എന്ത് പൊട്ടപ്പോയത്തൊക്കെ നിങ്ങൾ ഈ പറഞ്ഞു നടക്കുന്നത്? എന്നിട്ട് വിവരദോഷികളായ സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന മൗലിയരെ പോലെയുള്ള ആളുകൾ സ്വന്തം ഭാര്യമാരെ ചികിത്സ നൽകാതെ കൊന്നുകളയുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ ഈ ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്നിട്ട് മറ്റുള്ളവർ അത് സ്വന്തം വീടുണ്ടായിട്ടും പിന്നെയും ആക്രാന്തം പിടിച്ചിട്ട് മലപ്പുറത്ത് വന്നു, മലപ്പുറത്തുകാരെ പേരും കളഞ്ഞു. മലപ്പുറത്തിനെയാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും ഉപദ്രവിക്കാനുള്ളത്. അതുമാത്രമല്ല, ഈ മുസ്ലിം നാമധാരി എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളിൽ ഇപ്പോൾ വ്യാജസിദ്ധൻ എന്നൊക്കെയാണ് പറയുന്നത്. ഏതോ ചാനലിൽ വ്യാജസിദ്ധൻ എന്ന് പറഞ്ഞിട്ടോ, വ്യാജസിദ്ധൻ അല്ലട്ടില്ലേ, സിദ്ധന്മാരൊക്കെ വ്യാജന്മാരാ. അല്ലാത്ത നല്ല വ്യാജനല്ലാത്തൊരു അസ്ലി സിദ്ധനൊന്നുമില്ല, ഒക്കെ തിജാരിയ, കള്ളന്മാരാണ്, സംശയിക്കണ്ട. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള മുസ്ലിയാക്കന്മാർ ഇതുപോലെയുള്ള പാട്ടും പാടിയിട്ട് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പല വീഡിയോയിലും കാണിച്ചതാണ്. അതിൻ്റെ ചെറിയൊരു ഭാഗം കൂടിയും നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. കേട്ടോളി. യുവതിയുടെ ഭർത്താവ് വ്യാജസിദ്ധനാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. അത് ആരോപണമല്ല, വ്യാജസിദ്ധനില്ല. സിദ്ധൻ എന്ന് പറഞ്ഞാൽ വ്യാജനാണ്. എന്നിട്ട് ഇയാൾ ഇക്കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് എന്നും മനസ്സിലാവുകയാണ്. അല്ല, അയാൾ യൂട്യൂബ് ചാനൽ നടത്തുന്നത് പ്രസവം പ്രചരിപ്പിക്കാനല്ല സിസ്റ്ററെ, പെങ്ങളെ. അയാൾ യൂട്യൂബ് ചാനൽ നടത്തുന്നത് കള്ളക്കറാമത്ത്, മയ്യത്ത് വിറ്റ് തിന്നെയാണ്. എന്നിട്ട് കള്ളക്കറാമത്ത്, CM മടവൂരിൻ്റെ കള്ളക്കറാമത്ത് പറയലെന്നെ പണി. അതിന് ആരെങ്കിലും ഒരു കള്ളക്കറാമത്ത് പറയാനുണ്ടോ? കള്ളക്കറാമത്ത് ഇങ്ങനെ ക്യാമറയും തൂക്കി ഇങ്ങനെ നടക്കുക. പണ്ട് അമ്മിയോത്താനുണ്ടോ, അമ്മിയോത്താൻ എന്ന് പറഞ്ഞ മാതിരി. എന്നിട്ട് ഏതെങ്കിലും ഒരാളെടുത്ത് പോയിട്ട് പറഞ്ഞോളിയും കള്ളക്കറാമത്ത് എന്ന് പറയാം. എന്നിട്ട് ഇയാൾ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇളിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂട്യൂബ് ചാനൽ പ്രസവം നടത്താനുള്ള ഒന്നുമല്ല, ആ തെറ്റിദ്ധാരണയും വേണ്ട. പിന്നെ വ്യാജസിദ്ധനല്ല, സിദ്ധന്മാരെല്ലാം വ്യാജന്മാരാണ്. പറയും. അനഘ മുരളി വിവരങ്ങളുമായി ചേരുകയാണ്. അനഘ, അപ്പോൾ എന്തുകൊണ്ട് വൈദ്യസഹായം ഇവർ തേടിയില്ല എന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഉത്തരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അത് ഞാൻ പറയാം. വിവരക്കേട് എന്നല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നെ വീട്ടിൽ അനധികൃതമായിട്ടുള്ള പ്രസവം നടക്കുമല്ലോ, അധികൃതമായിട്ടുള്ള പ്രസവം ഉണ്ടോയെന്നൊന്നും എന്നോട് ചോദിക്കണ്ട. ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ, ഇതിനെക്കുറിച്ച് പഠനം നടത്താത്ത ഒരാൾ പോയിട്ട് പ്രസവം എടുക്കുകയാണ്. പ്രസവം എടുത്തിട്ട് അതിൻ്റെ രക്തസ്രാവം ഒന്നും നിർത്താൻ അറിയില്ലെങ്കിൽ പിന്നെ അതിന് നിൽക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും അവിടെ സംഭവിച്ചത് വിവരക്കേടാണ്. എന്തായാലും അനഘ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. പറയൂ. ശീതൽ, മലപ്പുറം ചട്ടിപ്പറമ്പ് ഈസ്റ്റ് കോടൂരിൽ ഈ സിറാജുദ്ദീനും അസ്മയും വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടാണിത്. ഏതാണ്ട് 1.5 വർഷത്തോളമായിട്ട് ഇവർ ഈ വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഇത് നമുക്ക് ഈ നാട്ടുകാരിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവർ ഇങ്ങോട്ട് വരുമ്പോൾ കാസർഗോഡ് ഒരു പള്ളിയിൽ ഈ സിറാജുദ്ദീൻ ജോലി ചെയ്യുകയായിരുന്നു. എന്ത് ജോലി? കള്ളക്കറാമത്ത് പറഞ്ഞ് നടക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാമറയും തൂക്കി നടക്കുകയാണ്. ഇവിടെ ഇയാൾ എവിടേക്കോ ജോലി ചെയ്തിരുന്നു, ഒക്കെ ശരിയാണ്. ഇയാൾ മലപ്പുറത്ത് വന്ന് വീടെടുത്ത് കൂടി അവിടെ
താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് 5 മക്കളാണുള്ളത്. ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് പ്രസവിച്ച കുട്ടിയടക്കം 5 മക്കളാണ്. അതിൽ ആദ്യത്തെ 2 പ്രസവവും ആശുപത്രിയിലായിരുന്നു. പിന്നീട് ഇയാൾ വലിയ CM മടവൂരിൻ്റെ കൊണാണ്ടർ ആയതിനു ശേഷം പിന്നീട് ഇയാൾ വീട്ടിൽ തന്നെയാണ് പ്രസവിപ്പിച്ചിട്ടുള്ളത്. ബാക്കി 2 വലിയ കുഴപ്പമില്ലാണ്ട് നടന്നു. 3ാമത്തേന് രക്തസ്രാവം നിലക്കാതെ വന്നപ്പോൾ അതിന് എന്താണ് ചെയ്യാന്നറിയില്ല. അപ്പോൾ അതിനെന്താണ് ചെയ്യാന്നറിയാതെ വന്ന സാഹചര്യത്തിൽ ആ സ്ത്രീയെ മുടക്കിക്കൊണ്ട് ചികിത്സ നൽകാതെ മരണത്തിന് വിട്ടുകൊടുത്ത ഒരു സാഹചര്യമാണുള്ളത്. പ്രിയമുള്ളവരെ, ഇത്തരം അവസ്ഥകൾ ഇനിയും നമുക്ക് ചുറ്റുപാടും നടക്കാതിരിക്കുവാൻ വേണ്ടി ജാഗരൂകരാവുക. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ജീവിതത്തിൽ വിവിധ മേഖലകളിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ആദ്യം നമ്മുടെ സ്ത്രീകൾ അലക്കുമായിരുന്നു, മുറ്റമടിക്കുമായിരുന്നു, അതുപോലെ തന്നെ നിലം തുടക്കുമായിരുന്നു. അങ്ങനെ കുറേ പണികൾ ചെയ്യുമായിരുന്നു. അവർക്ക് ശരീരത്തിനൊരു ആശ്വാസവും ഒക്കെ കിട്ടുമായിരുന്നു. എന്നാൽ ഇന്ന് ആ പണികളൊന്നും ചെയ്യുന്നില്ല. സ്ത്രീകളെ കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ വീട്ടിലും വാഷിംഗ് മെഷീനും മിക്സിയും, അരക്കാൻ മിക്സിയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ പ്രസവത്തിന് പണ്ട് ചെയ്തിരുന്ന പ്രവർത്തനങ്ങളും പണികളും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രസവത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഗർഭം ഒരു രോഗമല്ല, പ്രസവവും രോഗമല്ല. എന്നാൽ ഗർഭിണി പ്രസവിക്കുന്നതോടെ അവരുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് അവരുടെ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള ശ്വാസതടസ്സമോ മറ്റുള്ള കാര്യങ്ങളോ അത് തരണം ചെയ്യാൻ അവരെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാൻ കഴിയില്ലെങ്കിൽ ദയവ് ചെയ്ത് വീട്ടിൽ പ്രസവിപ്പിക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. ഗർഭം ഒരു രോഗമല്ല, പ്രസവവും രോഗമല്ല. എന്നാൽ അത് കഴിഞ്ഞു വരുന്ന ചില അപകട അവസ്ഥകളുണ്ട്. അത് മതിയായ ചികിത്സ ലഭിക്കേണ്ടതുണ്ട്. നിങ്ങൾ വീട്ടിൽ തോന്നിയാസനം കാട്ടിയിട്ട് പിന്നെ അതുകൊണ്ട് അവിടേക്ക് ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ ഞാൻ സിറാജുദ്ദീൻ ലത്തീഫിൻ്റെ അവിടെ നടന്ന പോലെ വരരുത്. ചില ആശുപത്രികളിൽ ചിലപ്പോൾ പെട്ടെന്ന് എടുത്തോളുന്നില്ല. കാര്യം അതിൻ്റെ ഉത്തരവാദിത്വം പിന്നെ ആ ആശുപത്രിക്കാർക്കാവും. നിങ്ങളൊരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ രൂപത്തിലാണെങ്കിൽ അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കും. അവർ ആ സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആശുപത്രിക്കാവും എല്ലാ കുറ്റവും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇത്തരം സാഹസത്തിന് മുതിരാതിരിക്കുക. പല ആളുകളും ഇതിനനുകൂലിക്കുന്ന ആളുകൾ പറയുമായിരിക്കും മൃഗങ്ങൾ പ്രസവിക്കുന്നില്ലേ, ഇപ്പോൾ പകരം മുഹമ്മദ് ഹസനി പറഞ്ഞമാര് ആന പേർന്നില്ലേ എന്നൊക്കെ ചോദിച്ചമാര് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് ചോദിക്കരുത്. വീട്ടിൽ പ്രസവിപ്പിക്കുക എന്നുള്ളത് വാക്സിൻ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ഔറത്ത് കാണുന്നതിനോ ഒക്കെ ഭാഗമായിക്കൊണ്ട് ചെയ്യാറുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞിട്ട് വരുന്ന ഈ ഇൻറ്റേർണൽ ബ്ലീഡിങ് അതിന് നിങ്ങൾ എന്ത് ചെയ്യും? അതിനുള്ള ആ ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടാണോ ഇത് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് ചെയ്യുക, പ്രവർത്തിക്കുക. മനുഷ്യജീവൻ അപകടം വരുന്ന ഒരു പ്രവർത്തനത്തിലേക്കും പോകാതിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഉമ്മത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് വന്നിട്ട് അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് വന്നിട്ട് മലപ്പുറത്ത് ചട്ടിപ്പറമ്പ് പോയിട്ട് വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഈ ചെങ്ങായി ഇത്തരം തോന്നിയാസം കാട്ടി ഇപ്പോൾ മലപ്പുറത്തിനാണ് എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെയുള്ള അവസ്ഥകൾ വരാതെ നോക്കുക എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്.